കാൽ കോടി ഹാജിമാർ സമ്മേളിക്കുന്ന സൗദി അറേബ്യയിലെ പുണ്യനഗരിയിൽ ലോകത്തിന് മാതൃകയായി സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് മലയാളി സംഘടനകൾ. കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ ഈ വർഷവും 1000-ലധികം വോളണ്ടിയർമാരെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ പുണ്യഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന തീർത്ഥാടകരുടെ ആദ്യ സംഘം ജിദ്ദ, മദീന വിമാനത്താവളങ്ങളിൽ എത്തിച്ചേരുന്നത് മുതൽ അവസാന ഹാജിയും തിരിച്ചു പോകുന്നതുവരെ ഒരു തപസ്യയെന്നോണം സമർപ്പണ മനോഭാവത്തോടെ സേവന രീതിയിൽ മികച്ച പ്രകടനമാണ് KMCC പ്രവർത്തകർ കാഴ്ചവെക്കാറുള്ളത്. KMCCയെ പോലെ ഇന്ത്യൻ ഹജ്ജ് വെൽഫെയർ ഫോറം അടക്കം നിരവധി സംഘടനകൾ ഈ മേഖലയിൽ സജീവമാണ്. എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഹാജിമാരെ സേവിക്കുക, വഴിതെറ്റുന്ന ഹാജിമാരെ അവരുടെ റൂമുകളിൽ എത്തിക്കുക, മിനയിൽ കഞ്ഞി വിതരണം ചെയ്യുക, ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കായി സഹായങ്ങൾ എത്തിക്കുക, ഭക്ഷണ വിതരണം നടത്തുക, മഷായർ ട്രെയിൻ വളണ്ടിയർ തുടങ്ങി നിരവധി മേഖലകളിൽ ഈ വളണ്ടിയർമാർ സജീവമാണ്. KMCCയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഓപ്പറേഷനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസിസിയ ട്രാൻസ്പോർട്ടേഷൻ എന്നാണ് ഇത് സാധാരണ പറയാറ്. എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് ശേഷമുള്ള ഹാജിമാരെ അസിസിയയിലേക്ക് ബസ് കയറ്റുന്ന ഒരു വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് KMCC ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ഇത്രയും വലിയ തിരക്കിൽ ഒരു ഹാജിക്ക് പോലും യാതൊരു പ്രയാസവും സംഭവിക്കാതെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു പറഞ്ഞേക്കുന്ന ഒരു ബാധ്യതയാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. മലയാളി ഹാജിമാരുടെ ഹറമിലെ ആദ്യ ജുമുഅ ദിനമായ കഴിഞ്ഞ വെള്ളിയാഴ്ച നേരത്തെ ഹറമിൽ പ്രവേശിച്ചു മനസ്സ് തുറന്ന് ദീർഘനേര പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുന്ന ഹാജിമാർക്ക് വഴി കാണിക്കാനും അവരുടെ കെട്ടിടം സ്ഥിതി ചെയ്ത ഭാഗത്തേക്ക് ബസ്സിൽ കയറ്റുന്നതിനും ജിദ്ദയിൽ നിന്നും മക്കയിൽ നിന്നുമായി KMCCയുടെ 200 വളണ്ടിയർമാർ സജ്ജരായിരുന്നു. സൗദിയിൽ 40 ഡിഗ്രിക്ക് മുകളിൽ പൊള്ളുന്ന വെയിലിൽ തളർന്നു പോകുന്ന ഹാജിമാർക്ക് വെള്ളം, ചെരുപ്പ്, കുട എന്നിവ വിതരണം ചെയ്തു. അഹമ്മദ് പാളയാട്ട്, അബൂബക്കർ അരിമ്പ്ര, മുജീബ് പൂക്കോട്ടൂർ, മജീദ് കൊണ്ടോട്ടി, അബ്ദുറഹ്മാൻ, ഉമ്മർ അരിപ്രാബ്ര തുടങ്ങിയവർ സേവനത്തിന് നേതൃത്വം നൽകി. പ്രസ്തുത ദിവസം ഹജ്ജ് കോൺസുൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ്, കോൺസുലേറ്റ് ഉദ്യോഗസ്ഥൻ സുലൈമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ സംഘവും സജീവമായി രംഗത്തുണ്ടായിരുന്നു. ബഷീർ തൊട്ടിയൻ, ജീവൻ TV, മക്ക.